ഹായ്, എല്ലാവർക്കും കോർഡിനേറ്റ്സിൻ്റെ പാർട്ട് 3 വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ ഭാഗമാണ്. പാർട്ട് 1ഉം 2ഉം കാണാത്തവർ നിർബന്ധമായിട്ട് 1ഉം 2ഉം കണ്ടതിന് ശേഷം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരിക. അതുപോലെ തന്നെ ഇനിയുള്ള ഒരു പാർട്ടുകൾ മിസ്സാക്കാൻ നോക്കുക. കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല മാർക്ക് ഈ പാഠത്തിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അല്ലാതെ ഗിമ്മിക്കുകളൊന്നുമല്ല ഞാൻ പറയുന്നതൊന്നുമല്ല, വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നേരെ നമുക്ക് ഡയലോഗ് അടിയൊക്കെ നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ അപ്പോൾ ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആൻഡ് ഡയഗണൽസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഓൺ ദി റൈറ്റ്. വലതുവശത്ത് കൊടുത്തിരിക്കുന്ന ക്വാഡ്രിലാറ്ററിൻ്റെ ചതുർഭുജത്തിൻ്റെ വികരണങ്ങളുടെയും വശങ്ങളുടെയും നീളം കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിൻ്റെ സൈഡുകൾക്കൊരു പേര് കൊടുക്കാം കേട്ടോ. എ, ബി, സി, ഡി എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വശങ്ങളുടെ നീളം കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബി ഇസ് ഈക്വൽ ടു, എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ പോവാണേ. അതിന് മുമ്പ് എയും ബിയുടെയും കോർഡിനേറ്റ്സ് ഒന്ന് എഴുതി വെക്കണം. -3 1 -3 -2. ഓക്കെ, എ ബിയുടെ നീളം കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. നോക്കണം, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കുക കേട്ടോ. നോക്ക്, ആദ്യം എക്സ് കോർഡിനേറ്റ്സ്, എക്സ് സൂചകങ്ങൾ തുല്യമാണോ എന്ന് നോക്കണം. എക്സ് സൂചകങ്ങൾ തുല്യമാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നോക്കിയേ, എക്സ് സൂചകങ്ങൾ ഇവിടെ തുല്യമാണോ? -3 ആണ് ഇവിടെയും എന്ത് തന്നെയാണ്? -3 ആണ് അല്ലേ? എക്സ് സൂചകങ്ങൾ തുല്യമാണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, അകലം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? y1 - y2. y1ഉം y2ഉം തമ്മിൽ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ഇനി ആരെ ഈ y1ഉം y2ഉം? നോക്ക്, ആദ്യം എഴുതുന്നത് എക്സും രണ്ടാമത് എഴുതുന്ന വൈയുമാണ് അല്ലേ? ഇവിടെയും ആദ്യം നമ്മൾ എക്സ് ആണ് എഴുതുക, രണ്ടാമത് വൈ ആണ്. അപ്പോൾ ഒന്നാമത്തെ ആളെ രണ്ടാമത്തെ ആളെ എങ്ങനെ തിരിച്ചറിയും? സിമ്പിൾ, x1 y1 x2 y2 തിരിച്ചറിയാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ y1 - y2 എന്ന് പറഞ്ഞാൽ ആദ്യത്തേതിൻ്റെ y. ദാറ്റ് മീൻസ് y1 എത്ര? ഇവിടെ എത്രയാണ് y1? 1 മൈനസ് y2 എത്രയാണ്? -2 ആണ്. -2. ഓക്കെ, മോഡുലസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആബ്സല്യൂട്ട് വാല്യൂ, കേവല മൂല്യം എന്നൊക്കെ പറഞ്ഞു. ആബ്സല്യൂട്ട് വാല്യൂ കേവല മൂല്യം 1 - -2. ദെൻ 2 മൈനസ് വന്നാൽ എന്താവും നമുക്കറിയാം അല്ലേ? എന്തായിട്ട് മാറും? അത് പ്ലസ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ 1 + 2 വിച്ച് ഈസ് ഈക്വൽ ടു 3. എത്രയാണ്? 3 യൂണിറ്റ്സ്. ഇവിടെ സെൻറ്റിമീറ്ററും മീറ്ററും ഒന്നും ഇല്ല കേട്ടോ. എന്താണ്? യൂണിറ്റുകളാണുള്ളത്. അപ്പോൾ എ ബിയുടെ നീളം എത്രയെന്ന് കിട്ടി? നമുക്ക് 3 യൂണിറ്റ് എന്ന് കിട്ടി. ഇനി അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബി സി കണ്ടുപിടിക്കണം. ഓക്കെ, ബി സി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പോകാം. ബി സി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ബി സി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ബിൻ്റെയും സിൻ്റെയും കോർഡിനേറ്റ് മുകളിലൊന്ന് എഴുതി നോക്കാം. -3 -2 1 -2. അപ്പം നമുക്ക് ആദ്യം എക്സ് ഈക്വൽ ആണോ എന്ന് നോക്കാം. ഇവിടെ എക്സ് ഈക്വൽ ആണോ? -3ഉം 1ഉം ആണ്. എക്സ് എന്തല്ല? ഈക്വൽ അല്ല. ഇനി എക്സ് ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വൈ ഈക്വൽ ആണോ നോക്കണം. എന്ത് നോക്കണം? വൈ ഈക്വൽ ആണോ നോക്കണം. വൈൻ്റെ കേസ് നോക്കിയാൽ വൈ ഈക്വൽ ആണോ നോക്കി. ഇവിടെ -2 ഇവിടെ -2 ശരിയാണല്ലേ? വൈ എന്താണ്? ഈക്വൽ ആണ്. ഇനി വൈ ഈക്വൽ ആണെങ്കിൽ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വൈ ഈക്വൽ ആണെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ x1 - x2. ആബ്സല്യൂട്ട് വാല്യൂ കേവല മൂല്യം, കേവല വില x1 - x2. ഇതിനെയാണ് ഞാൻ ഈ മോഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, x1 - x2. ദെൻ x1ഉം y1 ഒക്കെ ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തുന്നവർ നമുക്ക് ഒരു നഷ്ടമില്ല. x1 y1 x2 y2 ഒരു പെൻസിലും കൊണ്ടോ പേനയും കൊണ്ടോ കുഞ്ഞതായിട്ട് എഴുതിയാൽ മതി. എന്തിനാണെന്നറിയോ? കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാറ്. ഇതൊക്കെ നമുക്കറിയാലോ. എഴുതുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റി പോകാൻ വേണ്ടി പാടില്ല. എന്തിനാണ്? നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ മാർക്ക് കളയാൻ പാടുണ്ടോ? കളയാൻ പാടില്ല. ഇനി നമുക്ക് ചുമ്മാ കോപ്പി അടിച്ച് വയ്ക്കാം. ഓക്കെ, x1 എത്രയാണ്? മോഡുലസ് ഓഫ് ഇല്ലെങ്കിൽ കേവല മൂല്യം x1 എത്രയാണ്? -3 മൈനസ് ഇട്ടിട്ട് ഇനി x2നെ പെറുക്കാൻ പോകാൻ പാടുള്ളൂ. x2 എത്രയാണ്? 1 ആണ്. ഈക്വൽ ടു നോക്കിയേ, -3 -1 ഒരേ ചിഹ്നമാണ് അല്ലേ? ഒരേ സൈനാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? കൂട്ടണം.
അല്ലേ? കൂട്ടിയിട്ട് അതേ സൈൻ ഇട്ടാൽ മതി. അപ്പോൾ -3 -1 ഒരേ സൈനാണ്, കൂട്ടാം. -3 -1 3ഉം 1ഉം 4. അപ്പം നമുക്ക് എന്ത് കിട്ടും? -4 എന്ന് കിട്ടും. -4 മോഡുലസ് ഓഫ് -4 അല്ലെങ്കിൽ കേവല മൂല്യം -4. അതിനെ ആ വരയ്ക്ക് പുറത്തേക്ക് എടുത്ത് വേറൊന്നുമില്ല, ആ വരയുടെ പുറത്തെടുത്ത് കഴിയുമ്പോൾ എന്തില്ല, നെഗറ്റീവോ പോസിറ്റീവോ ഇല്ല, നമ്പർ മാത്രമേ ഉള്ളൂ എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 4 യൂണിറ്റ്സ്, 4 യൂണിറ്റ് എന്ന് നമുക്ക് കിട്ടി. അത് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 വശങ്ങളായി. ഇനി നമുക്ക് അടുത്ത വശം നോക്കാം. അടുത്ത സൈഡ് ഏതാണ്? CD ആണ് അല്ലേ? CD-ൻ്റെ അകലം നമുക്ക് കണ്ടുപിടിക്കാം. CD-ൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് C-ൻ്റെയും D-ൻ്റെയും കോർഡിനേറ്റ് ഒന്ന് എഴുതി വയ്ക്കാം. 1 -2 0 0. അപ്പോൾ സാറ് പറഞ്ഞായിരുന്നു അല്ലേ, ആദ്യം x ഈക്വൽ ആണോ നോക്കാൻ പറഞ്ഞു. x ഈക്വൽ ആണോ? 1ഉം 0ഉം ആണ്. അല്ല. ഇനി x ഈക്വൽ അല്ലെങ്കിൽ അടുത്ത് എന്ത് നോക്കണം? y ഈക്വൽ ആണോ നോക്കണം. y ഈക്വൽ ആണോ തുറച്ച് നോക്കിയേ. അല്ല, -2ഉം 0 ആണ്. അല്ല. അപ്പോൾ അത് വിട്ടേക്കാം, അതും പറ്റിയല്ല അല്ലേ. ഇനി അടുത്ത കേസാണ് 0 0യിൽ നിന്നാണോ നോക്കുക. അതായത് ഒറിജിനിൽ നിന്നുള്ള അകലം, ആധാര ബിന്ദുവിൽ നിന്നുള്ള അകലം. അതായത് രണ്ടാമത്തെ പോയിന്റോ ആദ്യത്തെ പോയിന്റോ ഒരെണ്ണം എന്തായിരിക്കണം? 0 0 ആണോ നോക്കുക. ആണോ? 0 0 ആണ്. യെസ്, 0 0 ആണ്. ഒറിജിനിൽ നിന്നുള്ള അകലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? √(x² + y²). എന്താണ് ഇക്വേഷൻ? √(x² + y²). അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആൻസർ ഞാൻ ഒരു വരയിട്ടിട്ട് ഇവിടെ തന്നെ എഴുതിക്കോട്ടെ, അടുത്ത പേജിലേക്ക് പോകണ്ട. ഓക്കെ, അങ്ങനെയെങ്കിൽ √(x) ഇവിടെ 0-നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ x മാത്രം എടുത്തത്, അവിടെ x1ഉം y1ഉം എടുക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, ആദ്യത്തെ ആൾ ഇതാ 1² + y എത്രയാണ്? -2², വിച്ച് ഈസ് ഈക്വൽ ടു y1² എത്രയാണ്? 1. -2² എത്രയാ? -4 ആണോ? അല്ല, ഒരു സംഖ്യയുടെയും സ്ക്വയർ എന്താകുന്നില്ല, മൈനസ് ആകുന്നില്ല. ഓക്കെ, ഇമാജിനറി നമ്പറുകളൊക്കെ ഉണ്ട്, അതൊക്കെ വലിയ ക്ലാസ് നമുക്ക് പഠിക്കാം. ദെൻ -2² എത്രയാണ്? ദാറ്റ് ഈസ് 4. 1 + 4 എത്രയാണ്? 5. സോ √5 യൂണിറ്റ്സ്. നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമുക്ക് ചെറുതാക്കി എഴുതാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. √5 യൂണിറ്റ്സ് കിട്ടിയോ? അപ്പോൾ നമുക്ക് ഈ വശം കിട്ടി, ഈ വശം കിട്ടി, ഈ വശം കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? AD എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? AD എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിനി AD എത്രയാണെന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് AD സമം, അപ്പം Aൻ്റെ കോർഡിനേറ്റ്സ് എഴുതണ്ടേ? Aൻ്റെ കോർഡിനേറ്റ് എത്രയാ? -3 1. ദെൻ Dൻ്റെ കോർഡിനേറ്റ് എത്രയാണ്? 0 0. x ഈക്വൽ അല്ല, y ഈക്വൽ അല്ല. ദെൻ ഒറിജിനിൽ നിന്നുള്ള അകലമാണോ, ആധാരബിന്ദു എന്നുള്ള അകലമാണോ? അതെ അല്ലേ, ഒരെണ്ണം 0 0 ആണ്. അങ്ങനെയെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? √(x² + y²). ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു x² -3² + 1². -3² എത്രയാണ്? 9, +9. ഓക്കെ, +1. 9 + 1 ഈസ് ഈക്വൽ ടു 10. √10 യൂണിറ്റ്സ്. അപ്പോൾ ആ വശങ്ങളും കിട്ടി, 4 വശങ്ങളും നമുക്ക് കിട്ടി അല്ലേ? √10 യൂണിറ്റ്സ്. 4 വശങ്ങൾ മാത്രം മതിയോ? ഇപ്പോൾ 4 വശങ്ങളുമായി. ഇനി എന്തുകൂടി കണ്ടുപിടിക്കണം? ഡയഗണൽസ്, വികരണം കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഡയഗണൽസ്, അതായത് AC ഇതൊരു ഡയഗണലാണ് അല്ലേ? ഇനിയുണ്ടോ? വേറെ ഡയഗണലുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. BD എന്ന് പറയുന്നത് അടുത്ത ഡയഗണലാണ്. അപ്പോൾ നമുക്കിനി എന്താ കണ്ടുപിടിക്കണം? AC-ൻ്റെ നീളവും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ BD-യുടെ നീളവും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് AC-ൻ്റെ നീളം കണ്ടുപിടിക്കാം. ഓക്കെ, A എത്രയാണ്? നമുക്ക് എഴുതി വയ്ക്കാം. A എത്രയാണ്? -3 1. ദെൻ C എത്രയാണെന്ന് നോക്കിയേ. C എത്രയാണ്? 1 -2. 1 -2. അപ്പം AC ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. ലെങ്ത് ഓഫ് ദ ഡയഗണൽ, വികരണങ്ങളുടെ നീളം. AC ഈസ് ഈക്വൽ ടു, നോക്കാം, ചോദ്യം കിട്ടി. നമ്മൾ ആദ്യം x ഈക്വൽ ആണോ നോക്കി, അല്ല. y ഈക്വൽ ആണോ നോക്കി, അല്ല. 0 0 നിന്നുള്ള അകലമാണോ നോക്കി, അതുമല്ല. ഈ 3 കേസും അല്ലെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. ദാറ്റ്സ് എ ഡിസ്റ്റൻസ് ഫോർമുല. അകലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാ? ഇക്വേഷൻ √(x1 - x2) + y1 - y2 2. ഡിസ്റ്റൻസ് ഇത് എവിടെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനിലും ഈ സാധനം ഉപയോഗിക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഇച്ചിരി ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
എക്സ് ഈക്വൽ ആണോ, വൈ ഈക്വൽ ആണോ, 0 0 എന്നുള്ള അകലമാണോ എന്നൊക്കെ നോക്കാൻ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ആദ്യം നമുക്ക് x1 y1 ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം അല്ലേ. ഇത് x1 y1 x2 y2. ഇനി നമുക്ക് ചുമ്മാ ഇവന്മാരെ ഒന്ന് കോപ്പി അടിക്കാം. റൂട്ട് ഓഫ് x1 മൈനസ് x2, x1 എത്രയാണ് -3 മൈനസ് x2 എത്രയാണ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 എത്രയാണ് 1 മൈനസ് y2 എത്രയാണ് -2 ആണ്, -2 ദ ഹോൾ സ്ക്വയർ ആണോ? യെസ്. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു -3 -1 ഒരേ ചിഹ്നമാണ്, കൂട്ടണം അല്ലേ. -4 സ്ക്വയർ പ്ലസ് 1 -2 2 മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. 1 + 2 എത്രയാ 3 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു -4 സ്ക്വയർ പോസിറ്റീവ് 16 പ്ലസ് 3 സ്ക്വയർ 9 16 + 9 ഈസ് ഈക്വൽ ടു 25. റൂട്ട് 25ൻ്റെ വില നമുക്കറിയാം, അപ്പോൾ നമുക്കത് എഴുതി വെക്കാം. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 5 യൂണിറ്റ്സ്. 5 യൂണിറ്റ്. എ സിയുടെ നീളം എന്താണ്? 5 യൂണിറ്റ് ആണ്. ദെൻ ഇനി ഒരു വികരണവും കൂടി ഉണ്ട് ഇതിനകത്ത് അല്ലേ. ആരാടാ അത്? ബി ഡി ആണോ? ബി ഡി. അപ്പോൾ ബീൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതി വയ്ക്കാം. -3 -2. ഡീൻ്റെ കോർഡിനേറ്റ് 0 0 ബി ഡി. സോ ദ ബി ഡി ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ആണോ? അല്ല. വൈ ഈക്വൽ ആണോ? അല്ല. 0 0 എന്നുള്ള അകലമാണ്. യെസ്, ഒരെണ്ണം 0 0 ആണ്, ഒറിജിനാണ്, ആധാര ബിന്ദുവാണ്. വി ക്യാൻ യൂസ് ദ ഇക്വേഷൻ. എന്താ? റൂട്ട് ഓഫ് x² + y². ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു -3² + -2² വിച്ച് ഈസ് ഈക്വൽ ടു -3² എത്രയാണ് 9, 2² എത്രയാണ് 4 വിച്ച് ഈസ് ഈക്വൽ ടു 9 + 4 ഈസ് ഈക്വൽ ടു എത്രയാണ് 13. റൂട്ട് 13 യൂണിറ്റ്സ്. സിമ്പിൾ. കിട്ടിയോ? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഉറപ്പായിട്ട് 100% എന്ത് ചെയ്യും ഈ പാഠത്തിൽ നിന്ന് ചോദിച്ചിരിക്കും. അപ്പോൾ ചെയ്ത് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ.